നല്ല തെളിച്ചമുള്ള രാത്രികളിൽ തീരെ ലൈറ്റ് പൊല്യൂഷനും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ ആകാശത്തിൻ്റെ ചിത്രം എടുത്താൽ കിട്ടുന്ന മിൽക്കി വേ ഗാലക്സിയുടെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഈ കാണുന്നതാണ് മിൽക്കി വേ ഗാലക്സി. അതിൻ്റെ കുറച്ച് സൈഡിൽ മാറി വളരെ ചെറുതായിട്ട് ഒരു പരന്ന നക്ഷത്രം പോലെ കാണുന്നതാണ് ആൻഡ്രോമെഡ ഗാലക്സി. മിൽക്കി വേ ഗാലക്സിയേക്കാളും 3 ഇരട്ടി നക്ഷത്രങ്ങളുള്ള M31 അഥവാ മെസിയർ 31 എന്നും അറിയപ്പെടുന്ന ആൻഡ്രോമെഡ ഗാലക്സി. നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ ഒരു പരിധി വരെ ഇതിങ്ങനെ തന്നെ കാണാൻ കഴിയും. ഇതിന് ചുറ്റും കാണുന്ന നക്ഷത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ സ്വന്തം ഗാലക്സിയിലെ നക്ഷത്രങ്ങളാണ്. ഒരുപാട് നക്ഷത്രങ്ങളുള്ള ഒരു വലിയ ഗാലക്സി ആയിട്ട് കൂടി ആൻഡ്രോമെഡ ഗാലക്സിയെ കേവലം ഒരു നക്ഷത്രത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ മാത്രം കാണാൻ കാരണം ആ ഗാലക്സിയിലേക്കുള്ള ദൂരമാണ്. മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും 25 ലക്ഷം പ്രകാശവർഷം അകലെയാണ് ആൻഡ്രോമെഡ ഗാലക്സി ഇന്നുള്ളത്. എന്നാൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആകാശത്ത് കാണുന്ന ഈ ആൻഡ്രോമെഡ ഗാലക്സിയുടെ ഇമേജ് വലിപ്പം വെച്ചുകൊണ്ടേയിരിക്കും. കാരണം ആൻഡ്രോമെഡ ഗാലക്സി 3,96,000 km/h എന്ന വേഗതയിൽ നമ്മുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗാലക്സി നമ്മളോട് അടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ആകാശത്ത് കാണുന്ന അതിൻ്റെ വലുപ്പവും കൂടി വരും. ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ആകാശത്ത് ആൻഡ്രോമെഡ ഗാലക്സിയെ ഇത്രയും വലുപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞാൽ ആൻഡ്രോമെഡ ഗാലക്സിയുടെ ഇമേജ് കൊണ്ട് നമ്മുടെ ആകാശം നിറയും. അവിടുന്ന് കുറച്ചും കൂടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ആൻഡ്രോമെഡ ഗാലക്സി നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുമായിട്ട് കൂട്ടിയിടിച്ചിരിക്കും. ഇത്രയും നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ്. ഇത്രയും കേട്ട് കഴിയുമ്പോൾ പലർക്കും തോന്നുന്ന ഒരു സംശയമാണ്, പ്രപഞ്ചം വികസിക്കുകയല്ലേ, അപ്പോൾ ഗാലക്സികൾ തമ്മിൽ അകലുകയല്ലേ വേണ്ടത്, പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടിയിടി നടക്കുന്നത് എന്ന്. ആൻഡ്രോമെഡ മിൽക്കി വേ ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള കാരണം എന്താണ്? അത്തരമൊരു കൂട്ടിയിടി നടന്നാൽ ഈ 2 ഗാലക്സികളുടെയും നടുക്കുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾക്ക് എന്ത് സംഭവിക്കും? അവയിലെ നക്ഷത്രങ്ങൾക്ക് എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് നമ്മുടെ സൂര്യനും സൗരയൂഥത്തിനും എന്ത് സംഭവിക്കും? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വലുതും ചെറുതുമായ 80-ൽ കൂടുതൽ ഗാലക്സികൾ അടങ്ങുന്ന ഒരു ഗാലക്സി കൂട്ടമാണ് ലോക്കൽ ഗ്രൂപ്പ്. ഇതിലെ ഏറ്റവും വലിയ 2 ഗാലക്സികളാണ് മിൽക്കി വേയും ആൻഡ്രോമെഡയും. ലോക്കൽ ഗ്രൂപ്പിലുള്ള മറ്റൊരു ഇടത്തരം ഗാലക്സിയാണ് ട്രയാങ്കുലം ഗാലക്സി. ഈ ഗ്രൂപ്പിനകത്തുള്ള മറ്റു കൊച്ചു ഗാലക്സികൾ 2 ചേരികളായിട്ടാണ് ഉള്ളത്. അവയിൽ ചിലത് മിൽക്കി വേ ഗാലക്സിയെ ചുറ്റുന്ന ഉപഗാലക്സികളാണ്, മറ്റുള്ളവ ആൻഡ്രോമെഡ ഗാലക്സിയെ ചുറ്റുന്ന ഉപഗാലക്സികളും. നമ്മൾ മിൽക്കി വേ ഗാലക്സിയുടെ അകത്തായതുകൊണ്ട് അതിൻ്റെ വലുപ്പം വളരെ കൃത്യമായിട്ട് കണക്കാക്കുക ബുദ്ധിമുട്ടാണ്. മിൽക്കി വേ ഗാലക്സിയുടെ ഈ കാണുന്ന മെയിൻ ഡിസ്കിൻ്റെ വലുപ്പം 1,00,000 പ്രകാശവർഷമാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിനകത്താണ് മിൽക്കി വേ ഗാലക്സിയുടെ മിക്കവാറും നക്ഷത്രങ്ങളുള്ളത്. എന്നാൽ 1,75,000 പ്രകാശവർഷം വ്യാസമുള്ള ഓർബിറ്റുകളിൽ മിൽക്കി വേയെ ചുറ്റുന്ന നക്ഷത്രങ്ങൾ വരെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത്തരം നക്ഷത്രങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. മിൽക്കി വേ ഗാലക്സിക്കകത്ത് 40,000 കോടി നക്ഷത്രങ്ങളുണ്ട്. മിൽക്കി വേ ഗാലക്സിയെക്കുറിച്ച് ഒരു വിശദമായ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും 25 ലക്ഷം പ്രകാശവർഷങ്ങൾ അകലെയാണ് ആൻഡ്രോമെഡ ഗാലക്സി. അത് മിൽക്കി വേ ഗാലക്സിയെ അപേക്ഷിച്ച് വളരെ വലുതാണ്. അതിൻ്റെ മെയിൻ ഡിസ്കിൻ്റെ വ്യാസം ഏകദേശം 2 ലക്ഷം പ്രകാശവർഷമാണ്. അതിൽ 1,20,000 കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ആൻഡ്രോമെഡ ഗാലക്സി പണ്ട് തൊട്ടേ ആകാശത്ത് കാണാമായിരുന്നതുകൊണ്ട് അത് ആദ്യമായിട്ട് ആരാണ് കണ്ടുപിടിച്ചത് എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. നമ്മുടെ സ്വന്തം ഗാലക്സിയിലെ തന്നെ ഒരു നെബുലയായിട്ടാണ് ആദ്യം അതിനെ കണക്കാക്കിയിരുന്നത്. 1755 ജർമ്മൻകാരനായ ഇമ്മാനുവൽ കാണ്ടാണ് ആൻഡ്രോമെഡ നെബുല നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായ വേറൊരു ലോകമാണ്, അതായത് ഒരു ഐലൻഡ് യൂണിവേഴ്സാണ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. 1925 എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ ആൻഡ്രോമെഡയിലേക്കുള്ള ദൂരം കൃത്യതയോടുകൂടി അളന്ന് തിട്ടപ്പെടുത്തിയപ്പോഴാണ് അത് മറ്റൊരു ഗാലക്സി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് നടന്ന പഠനങ്ങളിൽ നിന്നും നമ്മൾ ധരിച്ചു വെച്ചിരുന്നതിനേക്കാൾ ഒരുപാട് വലുതാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് അവർ മനസ്സിലാക്കി. ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ സ്പൈറൽ നെബുലയായിട്ട് കാണുന്ന വസ്തുക്കളൊക്കെ നമ്മളിൽ നിന്നും വിദൂരമായ വേറെ ഗാലക്സികളാണെന്നും അങ്ങനെയുള്ള പല ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി എന്നും അവരന്ന് മനസ്സിലാക്കി. ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെയാണ് വിദൂരമായ ഗാലക്സികൾ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും കണ്ടെത്തിയത്. ആ ഗാലക്സികളിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ റെഡ് ഷിഫ്റ്റ് കണക്കാക്കിയാണ് ഇത് മനസ്സിലാക്കിയത്.
നക്ഷത്രങ്ങളിൽ നിന്നും ഗാലക്സികളിൽ നിന്നും നമ്മുടെ അടുത്തേക്ക് വരുന്ന പ്രകാശത്തിൽ ചില പ്രത്യേക തരംഗദൈർഘ്യമുള്ള പ്രകാശങ്ങൾ മിസ്സിംഗ് ആയിരിക്കും. അവയിൽ നിന്നും വരുന്ന പ്രകാശത്തിലെ നിറങ്ങളെ നമ്മൾ വേർതിരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന സ്പെക്ട്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലെ ഈ കറുത്ത വരകൾ ആ പ്രകാശത്തിലെ ചില മിസ്സിംഗ് വേവ് ലെങ്ത്തുകളാണ്. ആ നക്ഷത്രങ്ങളിലും ഗാലക്സികളിലും അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ചില പ്രത്യേക വേവ് ലെങ്ത്തിലുള്ള പ്രകാശത്തെ അബ്സോർബ് ചെയ്യുന്നതാണ് ഇങ്ങനെ ചില നിറങ്ങൾ മാത്രം മിസ്സിംഗ് ആവാൻ കാരണം. ഓരോ മൂലകവും ഏതൊക്കെ വേവ് ലെങ്ത്തിലുള്ള പ്രകാശമാണ് അബ്സോർബ് ചെയ്യുക എന്നത് പരീക്ഷണങ്ങൾ വഴി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രകാശ സ്രോതസ് നമ്മളിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ അതിൽ നിന്നും വരുന്ന എല്ലാ പ്രകാശത്തിൻ്റെയും തരംഗദൈർഘ്യം കൂടും. ഇതാണ് ഡോപ്ലർ റെഡ് ഷിഫ്റ്റ് എന്ന പ്രതിഭാസം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ പ്രകാശത്തിലെ ഈ മിസ്സിംഗ് വേവ് ലെങ്ത്തുകളുടെ സ്ഥാനം മാറും. ആ സ്ഥാനമാറ്റം എത്രയാണെന്ന് കണക്കാക്കിയാൽ ആ ഗാലക്സി നമ്മളിൽ നിന്നും എത്ര വേഗത്തിലാണ് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഇതുപോലെ തന്നെ ആ നക്ഷത്രമോ ഗാലക്സിയോ നമ്മുടെ നേരെയാണ് വരുന്നതെങ്കിൽ അതിൽ നിന്നും വരുന്ന എല്ലാ പ്രകാശത്തിൻ്റെയും തരംഗദൈർഘ്യം കുറയും. ഇതിനെ ബ്ലൂ ഷിഫ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ വരുമ്പോൾ ആ ലൈനുകൾ ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ആവും. ഈ സ്ഥാനമാറ്റം എത്രയാണെന്ന് കണക്കാക്കിയാൽ ആ ഗാലക്സി നമ്മുടെ നേരെ എത്ര സ്പീഡിലാണ് വരുന്നത് എന്നും കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അന്നുള്ള ശാസ്ത്രജ്ഞർ അവർക്ക് അറിയാമായിരുന്ന വിദൂര ഗാലക്സികളെ ഒക്കെ തന്നെ പരിശോധിച്ച് നോക്കിയപ്പോൾ അവയിൽ നിന്നുമെല്ലാം വരുന്ന പ്രകാശത്തിന് റെഡ് ഷിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. സ്വാഭാവികമായും ആ ഗാലക്സികളൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കി. ഒരേ ഒരു ഗാലക്സി ഒഴികെ, അതാണ് ആൻഡ്രോമെഡ ഗാലക്സി. അതിൽ നിന്നും വരുന്ന പ്രകാശത്തിന് സംഭവിച്ചിരിക്കുന്നത് ബ്ലൂ ഷിഫ്റ്റാണ്. ആ ഗാലക്സി മാത്രം നമ്മുടെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കി. ഏകദേശം ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രപഞ്ചം വികസിക്കുകയാണ് എന്നും കണ്ടുപിടിച്ചത്. നമ്മളിൽ നിന്നും വളരെ ദൂരത്തിലുള്ള ഗാലക്സികൾ നമ്മളിൽ നിന്നും അകലുന്ന സ്പീഡ് വളരെ കൂടുതലാണ്. ഗാലക്സികളിലേക്കുള്ള ദൂരം കൂടുന്തോറും ആ ഗാലക്സികൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്ന സ്പീഡും കൂടുതലാണ്. ഇതിൻ്റെ ഒരു തോത് കണക്കാക്കിയാണ് പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ തോത് അന്ന് അവർ കണക്കാക്കിയത്. പ്രപഞ്ച വികാസത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ദൂരത്തിൻ്റെ യൂണിറ്റാണ് മെഗാ പാർസെക്. വളരെ വലിയ ദൂരങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മെഗാ പാർസെക്. ഒരു മെഗാ പാർസെക് എന്നാൽ 32 ലക്ഷം പ്രകാശ വർഷങ്ങളാണ്. നമ്മുടെ പ്രപഞ്ച വികാസത്തിൻ്റെ തോത് ഇന്ന് കണക്കാക്കിയിരിക്കുന്നത് 73 കിലോമീറ്റർ പെർ സെക്കൻഡ് പെർ മെഗാ പാർസെക് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരു മെഗാ പാർസെക് അകലെയുള്ള അല്ലെങ്കിൽ 32 ലക്ഷം പ്രകാശ വർഷങ്ങൾ അകലെയുള്ള രണ്ട് വസ്തുക്കൾ പരസ്പരം അകലുന്ന തോത് 73 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ് അർത്ഥം. ഈ രണ്ട് വസ്തുക്കൾ അങ്ങനെ അകലാൻ കാരണം അവയ്ക്കിടയിലുള്ള എംപ്റ്റി സ്പേസ് വികസിക്കുന്നത് കൊണ്ടാണ്. ഈ വസ്തുക്കൾക്ക് സ്വന്തമായിട്ട് സ്പേസിലൂടെ ഒരു വെലോസിറ്റിയും ഇല്ലെങ്കിൽ പോലും, അതായത് അവ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ പോലും അവ തമ്മിൽ 73 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന തോതിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓരോ മെഗാ പാർസെക് അകലത്തിൽ 11 വസ്തുക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവയ്ക്കിടയിലുള്ള ടോട്ടൽ സ്പേസ് 10 മെഗാ പാർസെക് ആയിരിക്കും. ഇവ ഓരോന്നും തമ്മിലുള്ള ദൂരം 73 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന തോതിൽ കൂടുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ അറ്റത്തുള്ള വസ്തുവും ആ അറ്റത്തുള്ള വസ്തുവും തമ്മിൽ അകലുന്ന സ്പീഡ് 730 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അവ ശരിക്കും ബഹിരാകാശത്ത് അനങ്ങാതെ നിൽക്കുകയാണെങ്കിലും ഈ ഒരു അകൽച്ച അവർക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും അനങ്ങാതെ നിൽക്കുകയല്ല. എല്ലാ വസ്തുക്കൾക്കും സ്വന്തമായിട്ട് സ്പേസിലൂടെ ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും. ഈ വെലോസിറ്റിയെ പ്രോപ്പർ വെലോസിറ്റി എന്ന് വിളിക്കും. ഈ പ്രോപ്പർ വെലോസിറ്റി കൂടാതെയാണ് പ്രപഞ്ച വികാസം മൂലം അവയ്ക്ക് തമ്മിലുള്ള ഒരു അകൽച്ച വരുന്നത്. ഈ പ്രപഞ്ച വികാസത്തിൻ്റെ ഒരു പ്രത്യേകത അത് ചെറിയ ദൂരങ്ങളിൽ തീരെ അപ്രസക്തമാണ്. വളരെ വലിയ ദൂരങ്ങളിലാണ് അത് പ്രസക്തമാകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ തോത് മെഗാ പാർസെക് അളവിൽ പറയുന്നത്. ആൻഡ്രോമെഡ ഗാലക്സിയും മിൽക്കി വേ ഗാലക്സിയും തമ്മിലുള്ള ദൂരം വെറും 25 ലക്ഷം പ്രകാശ വർഷങ്ങളാണ്. അതായത് അവ തമ്മിൽ ഒരു മെഗാ പാർസെക് ദൂരം പോലും ഇല്ല. അപ്പോൾ അവർ തമ്മിൽ പ്രപഞ്ച വികാസം മൂലം അകലുന്ന തോത് 73 കിലോമീറ്റർ പെർ സെക്കൻഡിനേക്കാൾ കുറവായിരിക്കും. അത് ഏകദേശം 53 കിലോമീറ്റർ പെർ സെക്കൻഡേ കാണും. എന്നാൽ ആൻഡ്രോമെഡ ഗാലക്സിക്ക് മിൽക്കി വേയുടെ നേരെയുള്ള പ്രോപ്പർ വെലോസിറ്റി ഇതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഇതിൻ്റെയൊക്കെ ആകെ തുകയായിട്ട് ആൻഡ്രോമെഡ ഗാലക്സി മിൽക്കി വേയുടെ നേരെ 110 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 3,96,000 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ. അതാണ് പ്രപഞ്ചം വികസിക്കുകയാണെങ്കിലും ആൻഡ്രോമെഡ ഗാലക്സിയും മിൽക്കി വേ ഗാലക്സിയും തമ്മിൽ അടുക്കാനുള്ള കാരണം. ഇന്നത്തെ കണക്കുകൾ അനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ഗാലക്സികളിൽ വെറും 100ഓളം ഗാലക്സികൾ മാത്രമാണ് നമ്മുടെ നേരെ അടുത്തുകൊണ്ടിരിക്കുന്നത്. അവയിൽ നിന്നും വരുന്ന പ്രകാശത്തിന് മാത്രമാണ് ബ്ലൂ ഷിഫ്റ്റ് സംഭവിക്കുന്നത്.
ഈ പറഞ്ഞ 100ഓളം ഗാലാക്സികളിൽ ഒന്ന് ആൻഡ്രോമെഡ ഗാലാക്സിയും ബാക്കിയുള്ളതിൽ പലതും ആൻഡ്രോമെഡ ഗാലാക്സിയുടെ ഉപഗാലാക്സികളുമാണ്. പിന്നുള്ളവയിൽ മിക്കതും നമ്മുടെ ലോക്കൽ ഗ്രൂപ്പിൽപ്പെട്ട കുള്ളൻ ഗാലാക്സികളാണ്. അവയിലേക്കൊക്കെയുള്ള ദൂരം വളരെ കുറവാണ്. അതുകൊണ്ട് അവയ്ക്കും നമുക്കും ഇടയിലുള്ള സ്പേസിൻ്റെ വികാസത്തിൻ്റെ തോത് വളരെ കുറവാണ്. ഇതൊന്നും കൂടാതെ മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമെഡ ഗാലക്സിയും ഓൾറെഡി പരസ്പരമുള്ള ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിലാണ് ഉള്ളത്. അതുകൊണ്ടുകൂടെയാണ് ഈ ഗാലക്സികൾ അടുത്തു വരുന്നത്. മിൽക്കി വേ ഗാലക്സിയുടെയും ആൻഡ്രോമെഡ ഗാലക്സിയുടെയും 85% മാസും അവയിലുള്ള ഡാർക്ക് മാറ്ററിൻ്റെ മാസാണ്. ഡാർക്ക് മാറ്ററിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 15% മാസാണ് നക്ഷത്രങ്ങളും വാതകങ്ങളും പൊടിപടലങ്ങളും ചേർത്തിട്ടുള്ളത്. അവയുടെ നടുക്കുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുടെ മാസ് ആ ഗാലക്സികളുടെ മാസിൻ്റെ 0.01% താഴെയാണ്. അതുകൊണ്ട് ഈ ബ്ലാക്ക് ഹോളുകളുടെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല ഈ ഗാലക്സികൾ അടുത്ത് വരുന്നത്. ഈ ഓരോ ഗാലക്സിയുടെയും മൊത്തം മാസ് കാരണം പരസ്പരമുള്ള ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ആണ് ഇവ തമ്മിൽ അടുക്കാൻ മറ്റൊരു കാരണം. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലത്ത് ഇവ തമ്മിൽ അടുക്കുന്നതിൻ്റെ തോത് കൂടി വരികയാണ് ചെയ്യുക. പ്രപഞ്ച വികാസത്തിന് ഇതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ രണ്ട് ഗാലക്സികളും തമ്മിൽ കൂട്ടിയിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു കൂട്ടിയിടി നടന്നാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. ഇതിലൊരു ഉദാഹരണമാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് പുറത്തുവിട്ട സ്റ്റിഫാൻസ് ക്വിൻറ്ററ്റ് എന്ന ഗാലക്സി കൂട്ടത്തിൻ്റെ ചിത്രം. കൂട്ടിയിടിയുടെ പല സ്റ്റേജിലുള്ള ഗാലക്സികളെ നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയും. അവയെക്കുറിച്ച് പഠിക്കുന്നത് വഴി മിൽക്കി വേ ആൻഡ്രോമെഡ ഗാലക്സികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗാലക്സികളിൽ 40,000 കോടി നക്ഷത്രങ്ങളും 1,20,000 കോടി നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഗാലക്സികളൊക്കെ വളരെ വലുതാണ്. അതിലെ നക്ഷത്രങ്ങളുടെ വലുപ്പത്തെ അപേക്ഷിച്ച് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് സൂര്യൻ്റെ വലുപ്പം 14 ലക്ഷം കിലോമീറ്ററാണ്. എന്നാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രോക്സിമ സെഞ്ചുറിയിലേക്കുള്ള ദൂരം 4 പ്രകാശവർഷമാണ്. അതായത് 37,84,000 കോടി കിലോമീറ്റർ. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ സൂര്യനും പ്രോക്സിമ സെഞ്ചുറിയും ഓരോ നെല്ലിക്കയുടെ അത്രയും വലുപ്പമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതേ സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ദൂരം 540 കിലോമീറ്റർ ആയിരിക്കും. അതായത് ഒരു നെല്ലിക്ക തിരുവനന്തപുരത്താണെങ്കിൽ അടുത്ത നെല്ലിക്ക കാസർഗോഡായിരിക്കും. അത്രയുണ്ട് അവ തമ്മിലുള്ള ദൂരവ്യത്യാസം. അങ്ങനെ പരസ്പരം 600 കിലോമീറ്റർ അകലത്തിൽ ഒരുപാട് നെല്ലിക്കകൾ നിരത്തി വെച്ചാൽ എങ്ങനെയിരിക്കും? ഏകദേശം അങ്ങനെയാണ് മിൽക്കി വേ ഗാലക്സിയിലെ നക്ഷത്രങ്ങളും അവയ്ക്കിടയിലുള്ള ഗ്യാപ്പുകളും. ആൻഡ്രോമെഡ ഗാലക്സിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഗാലക്സികളുടെ മധ്യഭാഗത്ത് നക്ഷത്രങ്ങളുടെ ഡെൻസിറ്റി കുറേ കൂടി കൂടുതലാണ്. എന്നാലും 2 കിലോമീറ്ററിൽ ഒരു നെല്ലിക്ക എന്നുള്ള രീതിയിലുള്ള അകലം അവിടങ്ങളിലെ നക്ഷത്രങ്ങൾ തമ്മിലുണ്ടാവും. അതുകൊണ്ട് ഈ ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിലെ നക്ഷത്രങ്ങൾ നേരിട്ട് കൂട്ടിയിടിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ഒരു ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്തെ കൂടെ മറ്റേ ഗാലക്സിയിലെ നക്ഷത്രങ്ങൾ കടന്നു പോകാനാണ് കൂടുതൽ സാധ്യത. പല നക്ഷത്രങ്ങളും മറ്റ് നക്ഷത്രങ്ങളുടെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയയിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതുമൂലം നക്ഷത്രങ്ങളുടെ സഞ്ചാരപാതകൾ താളം തെറ്റും. ഇതോടെ ഗാലക്സികളുടെ അടിസ്ഥാനപരമായ ഷേപ്പുകളിൽ മാറ്റം വരും. ഇങ്ങനെ രൂപമാറ്റം വന്ന സ്പൈറൽ ഗാലക്സികളെ നമുക്ക് പ്രപഞ്ചത്തിൽ ഒരുപാട് കാണാൻ കഴിയും. പലപ്പോഴും സ്പൈറൽ ഷേപ്പിലുള്ള ഗാലക്സികൾ മെർജ് ചെയ്ത് കഴിയുമ്പോൾ ജയൻറ്റ് എലിപ്റ്റിക്കൽ ഗാലക്സികളാണ് രൂപം കൊള്ളുക. വളരെ വലിയ കോഴിമുട്ടയുടെ ഷേപ്പിലുള്ള ഗാലക്സികൾ. നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചില്ലെങ്കിലും നക്ഷത്രങ്ങളുടെ ഇടയിലുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായും ശൂന്യമല്ല. അവിടങ്ങളിലൊക്കെ വളരെ നേർത്ത തോതിൽ വാതകങ്ങൾ പരന്നു കിടക്കുന്നുണ്ടായിരിക്കും. ഇതുകൂടാതെ 2 ഗാലക്സികളിലും നെബുലകൾ ഉണ്ടായിരിക്കും. ഇത്തരം നെബുലകൾക്ക് 100 അതിൽ കൂടുതലോ പ്രകാശവർഷത്തെ വലുപ്പമുണ്ടായിരിക്കും. ഗാലക്സികൾ മെർജ് ചെയ്യുമ്പോൾ ഇത്തരം വാതകങ്ങളും നെബുലകളും കൂട്ടിയിടിക്കും. ഇതിൻ്റെ ഫലമായി അത്തരം സ്ഥലങ്ങളിലൊക്കെ ഷോക്ക് വേവുകൾ രൂപപ്പെടും. ഇതുമൂലം നെബുലകളിൽ പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടാൻ തുടങ്ങും. അങ്ങനെ എല്ലാ ഗാലക്സി കൂട്ടിയിടികളിലും പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്ന ഏരിയകൾ നമുക്ക് കാണാൻ കഴിയും. സ്റ്റിഫാൻസ് ക്വിൻറ്ററ്റിൻ്റെ ചിത്രത്തിലും നമ്മളിത് കണ്ടിരുന്നു. ഇനിയുള്ളത് ഗാലക്സികളുടെ നടുക്കുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുടെ കാര്യമാണ്. മിൽക്കി വേ ആൻഡ്രോമെഡ കൊളീഷൻ ഒരു ഹെഡ് ഓൺ കൊളീഷൻ ആയിരിക്കും. അതായത് നേരെയുള്ള കൂട്ടിയിടി, അല്ലാതെ ഒരു സൈഡിൽ കൂടെ ജസ്റ്റ് കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു കൂട്ടിയിടിയല്ല. അതുകൊണ്ട് തന്നെ അവയുടെ നടുവിലുള്ള ബ്ലാക്ക് ഹോളുകൾ
പരസ്പരമുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പരിധിക്കുള്ളിൽ വരും. അവ ആദ്യം പരസ്പരം കടന്നു പോകുമെങ്കിലും വീണ്ടും ഗ്രാവിറ്റി മൂലം തിരിച്ചു വരും. എന്നിട്ട് പരസ്പരം ചുറ്റാൻ തുടങ്ങും. 1-2 പ്രകാശവർഷങ്ങളുടെ അകലത്തിലായി കഴിയുമ്പോൾ അവ തമ്മിലുള്ള കറക്കത്തിൻ്റെ സ്പീഡ് കൂടും. ഇതിൻ്റെ ഫലമായിട്ട് ശക്തമായ ഗ്രാവിറ്റേഷണൽ വേവ്സ് രൂപപ്പെടും. ഇതുമൂലം ഊർജ്ജം നഷ്ടപ്പെടുകയും വീണ്ടും അടുത്തു വരികയും ചെയ്യും. അങ്ങനെ അവസാനം ഇവ രണ്ടും മെർജ് ചെയ്യും. അങ്ങനെ മെർജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വളരെ വലിയ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ രൂപപ്പെടും. പക്ഷെ അതിൻ്റെ മാസ് ഈ 2 ബ്ലാക്ക് ഹോളുടെ ചേർന്നുള്ള മാസിനേക്കാളും ഏകദേശം 5% കുറവായിരിക്കും. അത്രയും ഊർജം ഗ്രാവിറ്റേഷണൽ വേവ്സിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും മാസുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുടെ 5% മാസിന് തുല്യമായ ഊർജം എന്ന് പറയുമ്പോൾ ഒരു വളരെ വലിയ ഊർജ്ജമാണ്. അത്രയും ഊർജ്ജമാണ് ഗ്രാവിറ്റേഷണൽ വേവ്സിൻ്റെ രൂപത്തിൽ ഈ ബ്ലാക്ക് ഹോളുകളിൽ നിന്നും പുറത്തു വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പുതിയ ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് വലിച്ചെടുക്കാൻ ഒരുപാട് പുതിയ വാതക മേഘങ്ങളെ കിട്ടും. അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ആ ബ്ലാക്ക് ഹോളിന് ചുറ്റും അത്യന്തം പ്രകാശമാനമായ ഒരു അക്രീഷൻ ഡിസ്ക് രൂപപ്പെടും. അങ്ങനെ ആ ബ്ലാക്ക് ഹോള് താൽക്കാലികമായിട്ട് ഒരു ക്വേസാറായി മാറും. മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമഡ ഗാലക്സിയും തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് പഠിക്കാൻ ശാസ്ത്രജ്ഞർ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഈ 2 ഗാലക്സികളുടെയും കമ്പ്യൂട്ടർ മോഡലുകൾ ഇവരുണ്ടാക്കി. ഇതിലെ നക്ഷത്രക്കൂട്ടങ്ങളുടെ മാസിനും ഡാർക്ക് മാറ്ററിൻ്റെ മാസിനും തുല്യമായ മാസുള്ള ഒരുപാട് കൊച്ചു കൊച്ചു ബിന്ദുക്കൾ കൊണ്ടാണ് ഈ ഗാലക്സികളുടെ കമ്പ്യൂട്ടർ മോഡലുകൾ ഉണ്ടാക്കിയത്. ഒപ്പം ട്രയാങ്കുലം ഗാലക്സിയെ കൂടി അവർ ഇതിൽ ഉൾപ്പെടുത്തി. ഈ ഗാലക്സികൾക്ക് അവയുടെ വെലോസിറ്റിക്ക് സമാനമായ വെലോസിറ്റികൾ കൊടുത്തു. എന്നിട്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുശാസിക്കുന്ന തരത്തിലുള്ള ഗ്രാവിറ്റി അവർ സിമുലേറ്റ് ചെയ്തു. ഇത്തരം സിമുലേഷനുകൾ നടത്താൻ സൂപ്പർ കമ്പ്യൂട്ടറുകൾ തന്നെ വേണം. എന്നിട്ടും ദിവസങ്ങളെടുക്കും ഒരു റിസൾട്ട് കിട്ടാൻ. കാരണം ഈ ഓരോ ഗാലക്സിയിലെ ഓരോ ബിന്ദുവും അവ അനുഭവിക്കുന്ന ഗ്രാവിറ്റിക്കും അവയുടെ വെലോസിറ്റിക്കും അനുസരിച്ച് ഓരോ സെക്കൻഡിലും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് കാൽക്കുലേഷനുകൾ ചെയ്യേണ്ടി വരും. ആ സിമുലേഷൻ്റെ റിസൾട്ടാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഒരു കൂട്ടിയിടിക്ക് ശേഷം ഈ 2 ഗാലക്സികളും പരസ്പരം കടന്നുപോകും. അപ്പോൾ അവയുടെ സ്പൈറൽ ഷേപ്പിലുള്ള കൈകളൊക്കെ നിവരും. ആ ഒരു അവസ്ഥയിലുള്ള നമ്മുടെ ആകാശത്തെ കാഴ്ചയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആൻഡ്രോമഡ ഗാലക്സിയുടെ സെൻട്രൽ ഭാഗം ഈ സൈഡിൽ നിന്നും ഈ സൈഡിലേക്ക് മാറിയിരിക്കുന്നത് കാണാം. ഒപ്പം 2 ഗാലക്സികളുടെയും നിവർന്ന കൈകളും നമുക്ക് കാണാം. ഈ ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്ന ഏരിയകളാണ്. ഒരു തവണ പരസ്പരം കടന്നുപോയ ശേഷം വീണ്ടും മറ്റൊരു കൂട്ടിയിടിക്ക് വേണ്ടി തിരിച്ചു വരുന്ന ഈ 2 ഗാലക്സികളെ നമുക്ക് ഈ സിമുലേഷനിൽ കാണാം. ആ ഒരു സമയത്തെ നമ്മുടെ ആകാശം ഇങ്ങനെ ഇരിക്കും. ഇതിൽ നമുക്ക് 2 ഗാലക്സികളുടെയും സെൻട്രൽ ഭാഗം കാണാൻ കഴിയും. അവസാനം ഇവ രണ്ടും കൂടെ മെർജ് ചെയ്ത് ഒരു വലിയ എലിപ്റ്റിക്കൽ ഗാലക്സിയായി മാറും. അപ്പോഴുള്ള നമ്മുടെ ആകാശ കാഴ്ചയായിരിക്കും ഇത്. ഈ സിമുലേഷനുകളിൽ സൂര്യൻ്റെ സ്ഥാനത്തോട് ഏകദേശം സാമ്യമുള്ള സ്ഥാനങ്ങളിലുള്ള ചില ബിന്ദുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. ചില ബിന്ദുക്കളൊക്കെ ഒരു കുഴപ്പമില്ലാതെ പുതിയ ഗാലക്സിയിൽ സേഫായിട്ട് തന്നെ സെറ്റിൽ ആവുന്നുണ്ട്. ചിലത് കുറേ കൂടി സെൻറ്ററിനോട് അടുത്തേക്കായിട്ട് പോകുന്നുണ്ട്. 1-2 കേസുകളിൽ പരസ്പരം കടന്നു പോകുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളിൽ ഒരെണ്ണത്തിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ആ ബിന്ദു വലിച്ചെറിയപ്പെടുന്നുണ്ട്. അങ്ങനെ അത് ഈ 2 ഗാലക്സികളിൽ നിന്നും പുറത്തോട്ട് പോകുന്നുണ്ട്. ഇതിലേതെങ്കിലും ആയിരിക്കും നമ്മുടെ സൂര്യൻ്റെയും സൗരയൂഥത്തിൻ്റെയും വിധി. രാത്രികാല ആകാശത്ത് കാണാൻ പോകുന്ന ഏറ്റവും ഗംഭീരമായ കാഴ്ചയായിരിക്കും മിൽക്കി വേ ആൻഡ്രോമെഡ കൊളീഷൻ. പക്ഷേ ഈ കാഴ്ച മനുഷ്യരാശി എവിടെ ഇരുന്ന് കാണും എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം അറിയാത്തത്. കാരണം ഈ ഒരു കൂട്ടിയിടി തുടങ്ങാൻ പോകുന്നത് ഏകദേശം 375 കോടി വർഷങ്ങൾക്ക് ശേഷമാണ്. അത് അവസാനിക്കാൻ പോകുന്നത് 700 കോടി വർഷങ്ങൾ കഴിയുമ്പോഴാണ്. എന്നാൽ ഇനി ഒരു 400 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും സൂര്യൻ ഒരു റെഡ് ജയൻ്റായി വളർന്ന് ഭൂമിയെ തന്നെ വിഴുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിനും ഒരുപാട് മുമ്പ് തന്നെ ഭൂമി വാസയോഗ്യമല്ലാത്ത ഒരു മരുഭൂമി ആയിട്ടുണ്ടാവും. ഇതെന്തുകൊണ്ടാണെന്ന് എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. മനുഷ്യരാശി അന്ന് ബാക്കിയുണ്ടെങ്കിൽ അത് വ്യാഴത്തിൻ്റെയോ ശനിയുടെയോ ഏതെങ്കിലും ഒരു ഉപഗ്രഹത്തിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെ ഗ്രഹത്തിലായിരിക്കും. അവിടെ ഇരുന്നു കൊണ്ടായിരിക്കും നമ്മൾ ഈ കാഴ്ച കാണുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.